ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനും സംഹാരമൂർത്തിയും ആയ ഭഗവാന് ശിവന് ജന്മം നൽകിയത് ആര്? ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടികർത്താവും വിഷ്ണു പരിപാലകനും ശിവൻ സംഹാരിയും ആണ്. ശിവന്റെ ജനനത്തിനു പിന്നിൽ രസാവഹമായ ഒരു കഥ ഉള്ളതായി ഹിന്ദുക്കൾ കരുതി പോരുന്നു. അതിങ്ങനെയാണ്, ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം നടക്കുകയായിരുന്നു. തങ്ങളിൽ ആരാണ് ഏറ്റവും ബലിഷ്ഠനും ഉഗ്രപ്രതാപിയും എന്നതായിരുന്നു തർക്കവിഷയം. ഈ അവസരത്തിൽ ശിവഭഗവാന് അവർക്കു മുന്നിൽ അതിമനോഹരമായ ഒരു ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന് ശിവന്റെ ആദിയും അന്തവുമില്ലാത്ത ജ്യോതിർലിംഗത്തിന്റെ അവസാന ഭാഗം കണ്ടെത്തുന്ന ആൾ വലിയവൻ ആയിരിക്കുമെന്ന് നിശ്ചയിച്ചു. ബ്രഹ്മാവ് മുകൾ ഭാഗം തേടി മുകളിലേക്കും വിഷ്ണു അടിഭാഗം തേടി താഴേക്കും യാത്രയാരംഭിച്ചു. ഏറെ ദൂരം സഞ്ചരിച്ചെങ്കിലും വിഷ്ണുദേവൻ ലിംഗത്തിന്റെ അവസാന ഭാഗം കാണാനായില്ല. തന്മൂലം വിഷ്ണുദേവൻ എവിടെ നിന്നും ആരംഭിച്ചുവോ അങ്ങോട്ട് തന്നെ തിരിച്ചെത്തി. ഇതേസമയം ബ്രഹ്മാവിനും ലിംഗത്തിന്റെ അവസാന ഭാഗം കാണാൻ കഴിഞ്ഞില്ല. മുകളിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ ബ്രഹ്മാവ് ഒരു താഴമ്പൂവ്, കേതകി, കാണാനിടയായി. ബ്രഹ്മാവ് ഈ താഴമ്പൂവിനോട് ജ്യോതിർലിംഗത്തിന്റെ ആദി താൻ കണ്ടു എന്ന് സാക്ഷി പറയണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. താഴമ്പൂവും ബ്രഹ്മാവും ചേർന്ന് അങ്ങനെ ലിംഗത്തിന്റെ ആദി താൻ കണ്ടു എന്ന് സാക്ഷി പറയുകയുണ്ടായി. ബ്രഹ്മാവിന്റെ കളവായ സാക്ഷി പ്രസ്താവന കാരണം ശിവൻ കോപം ഉണ്ടാവുകയും ബ്രഹ്മാവിനെ ഭൂമിയിൽ ആരും ആരാധിക്കില്ല എന്ന് ശാപമേകുകയും ചെയ്തു. അപ്പോഴാണ് അവരുടെ ശക്തികൾക്കും അതീതമായി മറ്റൊരു ശക്തി ഉണ്ടെന്നു അവർ തിരിച്ചറിഞ്ഞത്. ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്നത് ആണ് ആ ശക്തി എന്ന് അവർ മനസ്സിലാക്കി. ശിവന് അനാദി ആയി കരുതപ്പെടുന്നു. അതായത് അദ്ദേഹത്തിന് ജനനമോ മരണമോ ഇല്ല. ശിവലിംഗം പരമശിവന്റെ പ്രതിരൂപമാണ്. വാരണാസിയിൽ പലതരത്തിലുള്ള ശിവലിംഗങ്ങൾ ദൃശ്യമാണ്. ഓങ്കാരം എന്നറിയപ്പെടുന്ന ഒരു വലിയ ശിവലിംഗ പ്രതിമ അവിടെയുണ്ട്.